ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മളിന്ന് വന്നേക്കുന്നത് ഫോർ എവർ മൈ സൺഷൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തായ് ഡ്രാമയായിട്ടാണ്. സോ പോൾ ഇട്ട സമയത്ത് കുറേയധികം ആൾക്കാർ ഈ ഒരു ഡ്രാമ വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു പോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ഡ്രാമ സെലക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന മസ്റ്റ് ഡേറ്റ് ദി പ്ലേ ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രാമ എപ്പിസോഡ്സ് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതെല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി പുതിയ എപ്പിസോഡ്സ് വരുമ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നമുക്ക് ഈ ഒരു ഡ്രാമ കാണാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിച്ചിട്ടുള്ളൊരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്. നമ്മൾ ഹീറോ ആയിട്ടുള്ള ആർത്തിയും അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തനുവിനും കൂടിയിട്ട് ഈ ഒരു മത്സരത്തിൽ മത്സരിക്കുന്നുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും സെലക്ഷൻ കിട്ടുന്നുണ്ട്. ആ സമയത്ത് അവരുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള കോട്ടും ലിന്നും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ എല്ലാവരും കൂടി നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് കോട്ട് പറയുന്നുണ്ട്, എന്തായാലും ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നില്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം, നമുക്ക് ട്രീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അവരൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഓർഡറൊക്കെ ചെയ്തിരിക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ കാണിച്ചിട്ടുള്ളത് നമ്മുടെ ഹീറോയിനെയാണ്. നമ്മുടെ ഹീറോയിൻ വന്നിട്ട് വളരെ വലിയൊരു പണക്കാരിയായിട്ടുള്ള കുട്ടിയാണ്. അച്ഛനും അമ്മയും നല്ല റിച്ചാണ്. അതേപോലെ തന്നെ അവൾക്ക് അങ്ങനെ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അവളെല്ലാവരുമായിട്ട് നല്ല രീതിയിൽ എപ്പോഴും അടി ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് കുട്ടിയാണ്. ഇവളുടെ പേര് വന്നിട്ട് പെങ് എന്നാണ്. പെങ് ആണെന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ അടി ഉണ്ടാക്കുന്ന പോലെ ഗേൾസുമായിട്ട് അവിടെ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ചുറ്റും നിൽക്കുന്നവരെല്ലാവരും തന്നെ എടുക്കുന്നുമുണ്ട്. പെങ്ങിന് അതൊന്നും ഒരു വിഷയമല്ല. അവൾ എപ്പോഴും പിള്ളേരൊക്കെ ആയിട്ട് അടി ഉണ്ടാക്കുന്ന, വെറുതെ അടി ഉണ്ടാക്കില്ല, അവൾ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ തന്നെ അടി ഉണ്ടാക്കാറുള്ളൂ. പക്ഷേ നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ആർത്തിഡ് കയറി വന്നിട്ട് അവളുടെ ബാഗൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട്. ആ സമയത്ത് ആർത്തിഡിന് ഇട്ടും കിട്ടുന്നുണ്ട്, നീ ആരാ എൻ്റെ കാര്യത്തിൽ അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഉന്തിയിട്ടിട്ടാണ് അവൾ ഇറങ്ങി ഓടുന്നത്. അപ്പോഴത്തേക്കും അവളുടെ ഡ്രൈവർ വന്ന് അവളെ പിക്ക് ചെയ്യുന്നുണ്ട്. അവൾ ആ വണ്ടിയിലിരുന്ന് പറയുന്നുണ്ട്, എന്തിവിടെ നടന്നതെന്ന് എനിക്കൊന്നും അറിയില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് ഡ്രൈവർ അങ്കിൾ പറയുന്നുണ്ട്, നീ ഇന്നും അടി ഉണ്ടാക്കിയില്ലേ എന്ന് പറയുമ്പോൾ ഞാനൊന്നുമല്ല, ആ പെൺപിള്ളേരാണ് എൻ്റെ അടുത്ത് അടി ഉണ്ടാക്കാനായിട്ട് വന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കയറി വന്ന ആ ചെക്കൻ ഏതാണെന്നും കൂടി എനിക്കറിയില്ല, അവനൊക്കെ ഇതിൻ്റെ ആവശ്യം എന്താ, ഞാൻ അടി ഉണ്ടാക്കി ഞാൻ എൻ്റെ വഴിക്ക് പൊക്കോളില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൾ വീട്ടിൽ വരുന്ന സമയത്ത് മെയ്ഡ് വന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ എപ്പോഴും അടി ഉണ്ടാക്കണേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാനല്ല അടി ഉണ്ടാക്കി, അവർക്കൊക്കെ വേണ്ടത് എൻ്റെ പൈസയാണ്, അവരൊന്നും എൻ്റെ ഫ്രണ്ട്സ് അല്ല, ഞാൻ റിച്ച് ആയതുകൊണ്ടാണ് അവർ എൻ്റെ കൂടെയൊക്കെ കൂട്ടുകൂടുന്നതെന്ന് അവൾ പറയുന്നുണ്ട്. ആ സമയത്താണ് അവൾ അവളുടെ അച്ഛൻ്റെ വണ്ടി വരുന്നത് ശ്രദ്ധിക്കുന്നത്. അവൾ നേരെ പുതപ്പിൻ്റെ അടിയിൽ ചെന്ന് വിളിക്കുന്നുണ്ട്. മെയ്ഡിനോട് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയല്ലേ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അതേപോലെ തന്നെ അച്ഛൻ കയറി വരുന്നുണ്ട്. അച്ഛൻ ചോദിക്കുന്നുണ്ട്, പാങ് എവിടെയും ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, എനിക്കറിയില്ല, കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അച്ഛന് കാര്യം മനസ്സിലാവുന്നുണ്ട്. അച്ഛൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് നേരെ പുതപ്പിൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. അവളാണെങ്കിൽ തല പുറത്തിടുന്നത് അച്ഛൻ കാണുന്നുണ്ട്. അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും തലയിൽ കൂടെ അവൾ ഹുഡി എടുത്തിടുന്നുണ്ട്. അപ്പോഴത്തേക്കും അച്ഛന് കാര്യം മനസ്സിലാവുന്നുണ്ട്. അച്ഛൻ അത് മാറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്നും വഴക്കിട്ടൂലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ തലയാട്ടുന്നുണ്ട്. ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, എൻ്റെ വിശ്വാസം നീ ഇങ്ങനെ ആരുമായിട്ട് തല്ലുകൂടരുത്, നീ നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിചാരം, നീ എന്തിനിങ്ങനെ വഴക്കുണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ അച്ഛൻ അവളെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അവൾ എടുക്കാൻ വരുമ്പോൾ പറയുന്നുണ്ട്, നീ ഇനി അടി ഉണ്ടാക്കുമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല ഞാൻ ഇനി ഒരു അടി ഉണ്ടാക്കില്ല, ആ ഗിഫ്റ്റ് എനിക്ക് തരാൻ പറഞ്ഞിട്ട് അത് നേരെ മേടിച്ച് വയ്ക്കുന്നുണ്ട്. അമ്മ എവിടെയും ചോദിക്കുന്ന സമയത്ത് അമ്മ ജോക്കിങ് കഴിഞ്ഞ് വരും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അമ്മയും വരുന്നുണ്ട്. ഇതാണ് പാങ്ങിൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. അമ്മയും അച്ഛനും അവളുമാണ് മെയിനായിട്ടുള്ളത്. പിന്നെ 2 മെയ്ഡുകളാണ് ഉള്ളത്. മെയ്ഡ്സ് ശരിക്കും അവളുടെ ഫ്രണ്ട്സ് പോലെയാണ്, അവളെല്ലാം നല്ല ഓപ്പണപ്പായിട്ട് പറയാറുണ്ട്. സോ നമ്മുടെ ഹീറോയിൻ്റെ ഫാമിലി വന്നിട്ട് ഇങ്ങനെയാണ്. ഇവിടെ ആർത്തിനും ഫ്രണ്ട്സും കൂടി പുറത്തിരിക്കുന്ന സമയത്ത് തനുവിനും ആർത്തിനും കൂടി ലിന്നിന് ജ്യൂസ് മേടിച്ചിട്ട് വരുന്നുണ്ട്. ആക്ച്വലി ലിന്നിനെ ആർത്തിനും തനുവിനും ഇഷ്ടമാണ്. സോ ഇവർ രണ്ടുപേരും ജ്യൂസ് കൊടുക്കുന്ന സമയത്ത് ലിന്ന് ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒന്നും എടുക്കാൻ പറയുമ്പോഴത്തേക്കും ആർത്തിൻ്റെ ആണ് എടുക്കുന്നത്. അപ്പോൾ തനുവിന് നല്ല വിഷമാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത് ഇവിടെ നമ്മുടെ പാങ്ങിനെയാണ്. പാങ് ആണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അമ്മ എവിടെയും ചോദിക്കുന്ന സമയത്ത് അമ്മ പാർട്ടിക്ക് പോയെന്ന് പറയുമ്പോൾ പാങ്ങിന് ദേഷ്യമാവുന്നുണ്ട്. പാങ് നേരെ റൂമിലേക്ക് തിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ പെങ്ങിൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അമ്മേൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് പെങ്ങിൻ്റെ ആ തല്ലുകൂടുന്ന വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ആകെ ഷെയിമാവുന്നുണ്ട്. അമ്മ തല താഴ്ത്തി നിൽക്കുകയാണ്. ഇവിടെ നമ്മുടെ പാങ് ആണെന്നുണ്ടെങ്കിൽ ആ സെർവൻറ്റിനെ വിളിക്കുന്നുണ്ട്, വായോ നമുക്കൊരു പാർട്ടിക്ക് പോകാമെന്ന് പറയുമ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ട്, എനിക്ക് വയ്യ, എനിക്ക് താല്പര്യമൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും പാങ് വിളിച്ചുകൊണ്ട് കൊണ്ടുപോവാണ്. അതേപോലെ തന്നെ ആർത്തിഡിനെ ആണെങ്കിലും ആർത്തിൻ്റെ ഫ്രണ്ട്സും പാർട്ടിക്ക് പോകാമെന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷേ അവൻ ആദ്യം താല്പര്യം കാണിക്കുന്നില്ലെങ്കിലും പെട്ടെന്ന് അവനൊരു കോൾ വരുന്നുണ്ട്. സോ അവൻ ആ കോൾ എടുത്തതിന് ശേഷം ശരി ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ആരാ വിളിച്ചത് എന്താ വിളിച്ചതെന്നൊന്നും ഇപ്പം നമ്മളെ കാണിച്ചിട്ടില്ല. അങ്ങനെ അവർ രണ്ടുപേരും പാർട്ടിക്ക് പോകുന്നതാണ് കാണിച്ചിട്ടുള്ളത്.
ഇവിടെ നമ്മുടെ മെയ്ഡ് പറയുന്നുണ്ട് ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഭയങ്കര അൺകംഫർട്ടബിൾ ആണെന്നൊക്കെ പറയുമ്പോൾ പാങ് പറയുന്നുണ്ട് അതിന് നമ്മളിവിടെ നിൽക്കാൻ വന്നതല്ലേ, നമ്മൾ പെട്ടെന്ന് പോകും വാ അങ്ങോട്ടെന്നും പറഞ്ഞിട്ട് അവളെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ഇതേ സെയിം പാർട്ടിക്ക് തന്നെയാണ് ആർത്തിയും ഫ്രണ്ട്സും വന്നിട്ടുള്ളത്. ആ സമയത്ത് നമ്മുടെ പാങ് ആണെന്നുണ്ടെങ്കിൽ അമ്മേനെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് കുടിക്കുന്ന പോലെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മെയ്ഡ് പേടിക്കുന്നുണ്ട്. മെയ്ഡ് പറയുന്നത് നീ എന്താ ചെയ്യാൻ പോണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാനാണ് അമ്മേനെ പേടിപ്പിക്കാമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഫോട്ടോസ് എല്ലാം എടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇതുകൊണ്ടൊന്നും കാര്യമില്ല, നമ്മൾ വല്ല ചെക്കന്മാരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് ആർത്തിയുടെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ചെക്കന്മാരെ കൂടെ ഫോട്ടോ എടുക്കണം എന്ന് പറയുമ്പോൾ തന്നെ 2 ചെക്കന്മാർ അവിടെ അവൾ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവരുടെ അടുത്ത് പോയി ഫോട്ടോ എടുക്കുമെന്നും പറഞ്ഞ് അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി അവരെ വിളിക്കുന്നുണ്ട്. അവരാണെന്നുണ്ടെങ്കിൽ വരുന്നുണ്ട്, പക്ഷേ അത്ര ബാഡ് ടച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ പാങ്ങിനെ. അങ്ങനെ ബാഡ് ടച്ച് ചെയ്യുന്ന സമയത്ത് പാങ്ങിന് കുറച്ച് ഇറിറ്റേഷൻ വരുന്നുണ്ട്. പാങ് നീങ്ങിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പൊക്കോ എന്ന് പറയുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് ഞങ്ങൾ പോവില്ല, നീ ഡ്രിങ്ക്സ് കുടിച്ചാലേ പോവുള്ളൂ എന്നും പറഞ്ഞിട്ട് അതിലൊരു ചെക്കൻ വന്നിട്ട് എന്തോ ഒരു പൊടി ആ ഡ്രിങ്ക്സിൽ ഇടുന്നുണ്ട്. ആ സമയത്ത് പാങ് അത് അത്ര വലിയ പ്രശ്നമാക്കുന്നില്ല. പാങ് ആണെങ്കിൽ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഇത് കുടിച്ചാൽ പോകാമല്ലോ വെച്ചിട്ട് അവളത് മേടിച്ച് കുടിക്കാൻ പോകുമ്പോഴത്തേക്കും ആർത്തിഡ് വന്നിട്ട് അത് തടയുന്നുണ്ട്. ആർത്തിഡ് പറയുന്നുണ്ട് നീ എന്തിട്ടിട്ട് അത് കൊടുക്കണേന്ന് വെച്ചിട്ട് അവിടെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ നല്ല വഴക്കുണ്ടാവുകയാണ്. ആർത്തിഡ് ആണെന്നുണ്ടെങ്കിൽ അവന്മാരെ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആർത്തിഡിൻ്റെ ഫ്രണ്ട്സും കൂടി വന്നിട്ട് ഇവിടെ 5 ആളും തമ്മിൽ നല്ല അടിയാണ് നടക്കുന്നത്. അങ്ങനെ അവസാനം ഇവരെല്ലാവരും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. അങ്ങനെ ഇവരെല്ലാവരും കൂടി പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അപ്പോഴാണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ശരിക്കും ആർത്തിഡിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് മെയ്ഡാണ്. കാരണം മെയ്ഡിന് ഇവളെയും കൊണ്ട് പോകാൻ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട്, ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ആർത്തിഡിനെ വിളിച്ചിട്ടുള്ളതായിരുന്നു. അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് ആർത്തിഡ് കാര്യങ്ങളെല്ലാം പോലീസ് ഓഫീസറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ആ സമയത്താണ് പാങ്ങിൻ്റെ അമ്മ വരുന്നത്. പാങ്ങിൻ്റെ അമ്മ വരുമ്പോഴത്തേക്കും പാങ് ഹാപ്പി ആയിട്ട് അമ്മയുടെ അടുത്തേക്കൊക്കെ ചെല്ലുന്നുണ്ട്. അമ്മയാണെന്നുണ്ടെങ്കിൽ പെങ്ങിനെ രക്ഷിച്ചതിന് അതിഥിനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ആ സമയത്ത് പാങ്ങിനാണെങ്കിൽ വലിയ പിടുത്തമൊന്നുമില്ല. പാങ് തിരിച്ച് നടന്ന് പോകുന്നുണ്ട്. അവിടെ എത്തിയതിന് ശേഷം വീട്ടിലെത്തിയിട്ട് അമ്മയാണെന്നുണ്ടെങ്കിൽ പാങ്ങിന് നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട്, പാങ്ങിനെയും മെയ്ഡിനെ അതേപോലെ തന്നെ മെയ്ഡിൻ്റെ കൂടെയുള്ള വേറൊരു മെയ്ഡുണ്ടല്ലോ, പുള്ളിക്കാരി വന്നിട്ട് ചൂരിലെടുത്തിട്ട് അടിക്കുന്നുണ്ട്, നീ ഇനി ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ അതിന് ശേഷം പിന്നെ കാണിച്ചിട്ടുള്ളത് ആർത്തിഡിൻ്റെ അടുത്തേക്ക് അവളുടെ പാങ്ങിൻ്റെ അച്ഛൻ ചെല്ലുന്നതായിട്ടാണ്. പാങ്ങിൻ്റെ അച്ഛൻ ചെന്നിട്ട് ആർത്തിഡിൻ്റെ അടുത്ത് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്, മോളെ രക്ഷിച്ചതിനെന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ആർത്തിഡ് പറയുന്നുണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്കിൾ എന്ന് പറഞ്ഞിട്ട് അവൻ അത് മേടിക്കുന്നില്ല. പക്ഷെ അച്ഛൻ നിർബന്ധിക്കുന്ന സമയത്ത് ആർത്തിഡ് അത് മേടിക്കുന്നുണ്ട്. അങ്ങനെ ആർത്തിഡ് നേരെ ക്ലാസ്സിലേക്ക് പോവാണ്. ഇവിടെ ലിന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആർത്തിഡിനെ കാത്ത് നിൽക്കുകയാണ്. ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നുണ്ട് നീ എന്താ ക്ലാസ്സിൽ വരാത്ത, ആരെ കാത്ത് നിൽക്കാന്ന് ചോദിക്കുന്ന സമയത്ത് ലിന്നിനെ കാത്ത് നിൽക്കാമെന്ന് ലിന്ന് പറയുന്നുണ്ട്, ആർത്തിഡിനെ കാത്ത് നിൽക്കാമെന്നുള്ളത്. ആ സമയത്ത് തനുവിന് കുറച്ച് സങ്കടമൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ പാങ് ആണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ വരികയാണെന്നുള്ള വ്യാജേന ഇങ്ങനെ നടന്നു വന്നിട്ട് നേരെ തിരിച്ച് സ്കൂട്ടായി പോകാൻ നോക്കുകയാണ്. ആ സമയത്തേക്ക് ആർത്തിഡ് വന്ന് അവളുടെ ബാഗിന് ഓടിക്കുന്നുണ്ട്. നീ ഇത് എങ്ങോട്ടാണ് പോണേന്ന് ചോദിച്ചപ്പോൾ അത് നീ അറിയേണ്ട ആവശ്യമില്ല, എനിക്കിന്ന് ക്ലാസ്സില്ല എന്നും പറഞ്ഞ് അവൾ പോകുന്നുണ്ട്. ആ സമയത്ത് ആർത്തിഡ് ചോദിക്കുന്നുണ്ട് ഞാൻ മണ്ടനായിട്ടാണോ നിനക്ക് തോന്നണേ, അല്ല പിന്നെ നീ എനിക്ക് ക്ലാസ് ഉണ്ടെന്നുള്ളത് എനിക്കറിയാം, മര്യാദയ്ക്ക് ക്ലാസ്സിൽ പോകാൻ പറയുന്നുണ്ട്. പക്ഷെ അവൾ കേൾക്കുന്നില്ല. ആ സമയത്ത് ആർത്തിഡ് നന്നായി ഉപദേശിക്കുന്നുണ്ട്. എന്തോ പാങ് ആണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ അധികം ലെക്ചർ കേൾക്കണ്ടെന്ന് വെച്ചിട്ടാണെന്ന് തോന്നുന്നു വേഗം തിരിച്ച് ക്ലാസ്സിലേക്ക് തന്നെ നടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാങ്ങും ക്ലാസ്സിലെത്താൻ വേണ്ടി ലേറ്റായ സമയത്ത് മിസ്സ് ചോദിക്കുന്നുണ്ട് എന്താ നീ ലേറ്റ് ആയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ സോറി പറഞ്ഞ് കയറുന്നുണ്ട്. അതേപോലെ തന്നെ ഇവളെ ക്ലാസ്സിൽ കയറ്റാൻ നിന്നിട്ട് ആർത്തിഡും ക്ലാസ്സിൽ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നുണ്ട് നീ എന്താ ലേറ്റ് ആയി എന്നൊക്കെ അവൻ്റെ ഫ്രണ്ട്സും അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇവിടെ പാങ് ആണെന്നുണ്ടെങ്കിൽ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് ഈവനിങ് വരുന്ന സമയത്ത് എല്ലാവരും അവളെ കാണുമ്പോൾ ഷോക്കാവുന്നുണ്ട്. കാരണം ഒരു മുറി പോലും ഇല്ല, കുട്ടി നല്ല വൃത്തിക്കാണ് വന്നിട്ടുള്ളത്. എന്ത് പറ്റി നീ നടി ഉണ്ടാക്കിയില്ലെന്ന് മെയ്ഡുകൾ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട് ഇല്ല ഇനി തൊട്ട് ഞാൻ നന്നാവാൻ തീരുമാനിച്ചു, ഞാൻ ഇനി എന്നും ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പാങ് ആണെങ്കിൽ വീട്ടിൽ കയറി പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ ആർത്തിഡ് ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് വന്നേക്കുവാണ്. അവൻ കുറേ നാൾക്ക് ശേഷമാണ് വീട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയും അച്ഛനൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അവൻ്റെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഫാമും കാര്യങ്ങളൊക്കെയാണ്. അവൻ്റെ അച്ഛൻ അതൊക്കെ നോക്കി ഇങ്ങനെ നടന്നു പോവാണ്. ആൻഡ് ഓൾസോ അവൻ്റെ അമ്മയാണെങ്കിൽ കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് അവനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ പാങ് ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. നേരെ മറിച്ച് ആർത്തിഡിനാണെങ്കിൽ അവൻ്റെ ഫാമിലിയും എല്ലാവരുമായിട്ട് ജോളിയായിട്ടിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. പാങ് ആണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിനൊക്കെ പോയി തിരിച്ച് വരുന്ന വഴിക്ക് അവൾ കുറച്ച് കുട്ടീനെയും അമ്മേനെയും അച്ഛനെയൊക്കെ കാണുന്ന സമയത്ത് അവൾക്ക് നല്ല വിഷമാവുന്നുണ്ട്. താൻ ഒറ്റയ്ക്കാണല്ലോ, തൻ്റെ കൂടെ ആരും ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം അവൾക്കുണ്ട്. അത് കഴിഞ്ഞ് അവൾ വീട്ടിൽ വരുന്ന സമയത്ത് മെയ്ഡ് പറയുന്നുണ്ട് അമ്മ വീട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കാരണം അവളുടെ അമ്മ കുറേ നാൾക്ക് ശേഷമാണ് അവളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള വിശ്വാസത്തിൽ അവൾ എന്ത് ചെയ്യുന്നത് നേരെ അച്ഛനെ വിളിച്ച് പറയുന്നുണ്ട് അതേ അമ്മ ഇവിടെ എൻ്റെ വേഗം വായി ഒരു സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛന് മെസ്സേജ് അയച്ച് വെക്കുന്നുണ്ട്. ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് ശരി ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അച്ഛനും നേരെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവൾ ഇപ്പോൾ അത്യാവശ്യം നല്ല ഹാപ്പിയാണ്. കാരണം അവളെ സംബന്ധിച്ച് അവളുടെ അച്ഛനും അമ്മയും
ഒന്നിച്ചുണ്ടെങ്കിൽ അവൾ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ അവൾ അച്ഛനും അമ്മേനെയും കൂട്ടി ഒരു ഡിന്നറൊക്കെ കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാണ്. പാങ് ആണെന്നുണ്ടെങ്കിൽ അവളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് എനിക്കൊരു അനിയനോ അനിയത്തിയോ വല്ലതും വേണം എന്നുള്ളത്. ആ സമയത്ത് അവളുടെ അച്ഛനും അമ്മയും ഞെട്ടുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ ഇരുന്നിരുന്ന എല്ലാവരും അവളെ നോക്കി ആകെ സ്തംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അമ്മ പറയുന്നുണ്ട് നീ എന്തൊക്കെ വിളിച്ച് പറയണേന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും തിരിച്ച് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് വരികയാണ്. പിറ്റേ ദിവസം ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്തേക്കും അവനൊരു കോൾ വരുന്നുണ്ട്. വിളിച്ചത് അമ്മയായിരുന്നു. അമ്മ വിളിച്ചിട്ട് കരഞ്ഞു പറഞ്ഞു അച്ഛന് ഹാർട്ട് അറ്റാക്കായി, അച്ഛൻ ഹോസ്പിറ്റലിലാണ്, നീ ഒന്ന് വേഗം വരാൻ പറയുമ്പോഴത്തേക്കും ആർത്തിഡ് വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. അവൻ്റെ അമ്മ പറയുന്നുണ്ട് അച്ഛൻ്റെ ബിസിനസ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ചതിച്ചു, അച്ഛനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമത്തിലാണ് ഹാർട്ട് അറ്റാക്ക് വന്നതെന്ന് പറയുന്നുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമാവുന്നുണ്ട്. അവൻ അച്ഛൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ പറയുന്നുണ്ട് അച്ഛാ കുഴപ്പമില്ല, നമുക്കിതൊക്കെ പൊടി തട്ടി എടുക്കാൻ പറ്റും, നമ്മളെ കൊണ്ട് പറ്റും എന്നൊക്കെ പറഞ്ഞ് ആർത്തിഡാണെന്നുണ്ടെങ്കിൽ അച്ഛനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ പാങ് ആണെന്നുണ്ടെങ്കിൽ അവളുടെ അച്ഛൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് അമ്മ എവിടെയും ചോദിക്കുന്ന സമയത്ത് അമ്മ അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ട്രിപ്പിന് പോയിരിക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെ പാങ്ങിന് ദേഷ്യം വരുന്നുണ്ട്. പാങ് ആണെന്നുണ്ടെങ്കിൽ ചാടി എന്നിട്ട് അമ്മനെ വിളിക്കാനായിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് അച്ഛൻ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അച്ഛൻ പറയുന്നുണ്ട് നമുക്ക് മാത്രം പോരല്ലോ, അവൾക്കും എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ, നിൻ്റെ അമ്മ പൊക്കോട്ടെ, നമുക്കൊരു പിക്നിക്കിന് പോയാലോ എന്ന് പറയുമ്പോൾ പാങ് പറയുന്നുണ്ട് ഞാനൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛൻ അവളെ സോപ്പിടുമ്പോൾ അവൾ പറയുന്നുണ്ട് എന്നാൽ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി എവിടേക്കോ പോകാനായിട്ട് റെഡി ആവുകയാണ്. ഇവിടെ നമ്മുടെ ആർത്തിഡ് ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ അച്ഛനെയും കൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് ഞാൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഫാമാണെന്നറിയോ, ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ സങ്കടം അവനോട് പറയുന്നുണ്ട്. ആ സമയത്ത് അവൻ അച്ഛനെ മോട്ടിവേറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഓൾസോ നിങ്ങൾ ഇവിടെ വരെ എത്തി എന്നുണ്ടെങ്കിൽ ഒരു പിങ്ക് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ കുറേ പേർക്ക് സ്കൂളൊക്കെ തുറന്നു എന്ന് അറിഞ്ഞു. സോ നിങ്ങൾക്ക് ടൈമിങ്ങിൽ മാറ്റം വേണ്ട എന്നാണ് പോൾ ഇട്ട സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ മോർണിംഗ് 10 മണിക്ക് തന്നെയാണ് വീഡിയോ ഇടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങളുടെ സ്കൂളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഓക്കേടാ, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.